ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب قال الله تعالى في القرآن المجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومثلهم في الإنجيل كزرع أخرج شطأه فآزره فاستغلظ فاستوى على سوقه يعجب الزراع ليغيظ بهم الكفار وعد الله الذين آمنوا وعملوا الصالحات منهم مغفرة وأجرا عظيما. സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, പ്രപഞ്ചങ്ങളെല്ലാം സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ഏകനായ അല്ലാഹുവിന്റെ കൽപ്പനകൾക്ക് വിധേയമായി നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളെയും തഖ്വയിൽ അധിഷ്ഠിതമാക്കി മാറ്റുവാൻ, യഥാർത്ഥ മുത്തഖികളായി ജീവിതം നയിക്കുവാൻ ആദ്യമായി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മുടെ ഇഹപര ജീവിത വിജയം തഖ്വാബോധവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. പടച്ച തമ്പുരാൻ അവന്റെ മുത്തഖികളായ അടിമകളിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഘടകങ്ങളും വികാസക്ഷമമാണ് എന്ന് കാണാം. ഒരു കുഞ്ഞ് ഗർഭാശയത്തിൽ രൂപം പ്രാപിച്ച് വ്യത്യസ്ത ഘട്ടങ്ങൾ പിന്നിട്ട് ഭൂമിയിലെത്തുകയും ഭൂമിയിൽ വെച്ച് വീണ്ടും വളർന്ന് പല തലങ്ങളെയും സ്ഥാപിക്കുകയും ചെയ്യുന്നു. ഒരു വിത്ത് മണ്ണിലേക്കിട്ടാൽ അത് അനുകൂല സാഹചര്യത്തിൽ മുളച്ച് മെല്ലെ മെല്ലെ ചെടിയായി പിന്നീട് പുഷ്പിച്ച് കായ്ച്ച് ഫലം നൽകുന്നു. ഇവയെല്ലാം പ്രകൃതിപരമായ വികാസങ്ങളാണ്. സൂര്യനും ചന്ദ്രനും ഒക്കെ ഉദിച്ചുയർന്ന് പൂർണ്ണത പ്രാപിച്ച് നല്ല നല്ല അതിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നു എന്ന് നമുക്ക് കാണാം. നമ്മുടെ ഭൗതിക ജീവിതവും അങ്ങനെയൊക്കെ തന്നെയാണ്. ഒരു വിദ്യാർത്ഥി പഠിച്ച് വ്യത്യസ്ത മേഖലകൾ സ്വായത്തമാക്കി അങ്ങനെ ആ പഠനം കൊണ്ട് അയാൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് പടിപടിയായിട്ട് എത്തിച്ചേരും. ബിരുദം നേടി പിന്നീട് ഉന്നതമായ ജോലികൾ നേടും.
ജോലിയുള്ളവർ അതിൽ പരമാവധി വൈദഗ്ധ്യം നേടിയിട്ട് എത്താവുന്നതിന്റെ പരമമായ അവസ്ഥ പ്രാപിക്കുന്നത് നമുക്ക് കാണാം. കച്ചവടമായാലും എല്ലാം ഘട്ടം ഘട്ടമായി പുരോഗമിച്ച് പൂർണ്ണതയിലേക്ക് എത്തുവാൻ വേണ്ടിയുള്ള നിരന്തരമായ പരിശ്രമം നാം നടത്തിക്കൊണ്ടേയിരിക്കാറുണ്ട്. എന്നാൽ ചോദിക്കട്ടെ, നമ്മുടെ മനസ്സിൽ എന്നോ പാറി വീണ ഈമാനിന്റെ ഒരു വിത്തുണ്ടല്ലോ, ആ വിത്തിന് പിന്നീട് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? അത് മുളക്കാറുണ്ടോ? അത് മെല്ലെ മെല്ലെ വളർന്ന് പടർന്ന് പന്തലിക്കാറുണ്ടോ? കായ്ക്കാറുണ്ടോ? ഫലം നൽകാറുണ്ടോ? ഒരു ആത്മപരിശോധന നടത്തേണ്ട കാര്യമാണ്. നമ്മുടെ മനസ്സിൽ എന്നോ കുടിയേറിയ ഈമാൻ അത് പിന്നീട് വളർന്നോ വികാസം പ്രാപിച്ചോ? അതല്ലെങ്കിൽ അത് ചിതലരിച്ചു പോയോ? അതങ്ങനെ തന്നെ ജീർണിച്ച് മെല്ലെ മെല്ലെ ഇല്ലാതെയായി പോയോ? എന്താണ് നമ്മുടെ മനസ്സിലെ ഈമാനിന് സംഭവിക്കുന്നത് എന്നത് ഒരു മുഅ്മിൻ, ഒരു വിശ്വാസി നിരന്തരമായ ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട ഒരു വിഷയമാണ്. തീർച്ചയായും നമ്മിലെ ഈമാനിന്റെ വികാസക്ഷമത നമ്മുടെ വിശ്വാസവും അതുപോലെ തന്നെ ഇബാദത്തുകളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. അൽ ഈമാനു യസീദു വയൻഖുസ് എന്ന ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഒരു പ്രത്യേക അധ്യായം തന്നെയുണ്ട്. ഈമാൻ വളരുകയും എന്നാൽ ചുരുങ്ങുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെ നമ്മെ അനുഭവിപ്പിക്കുന്നുണ്ട്. ചിലപ്പോൾ വല്ലാത്ത ഈമാനികമായ ആവേശം അനുഭവപ്പെടും. പള്ളിക്കകത്ത് ഖുത്ബ ശ്രവിക്കുമ്പോൾ, ഇബാദത്തുകളിൽ മുഴുകുമ്പോൾ ആ ഒരു അവസ്ഥയുണ്ടാവും. റമദാൻ കടന്നു വരുമ്പോൾ. അതേസമയം സാധാരണ ജീവിതത്തിലേക്ക് നാം ഇറങ്ങി ചെല്ലുമ്പോൾ ഈമാനിന്റെ ഗ്രാഫ് വല്ലാതെ അങ്ങ് താഴ്ന്നു പോകുന്നത് പോലെ അതിൽ വല്ലാത്ത അസ്വസ്ഥത നാം അനുഭവിക്കാറുണ്ട്. എങ്ങനെയാണ് നമ്മുടെ ഈമാനെ നമുക്ക് ശക്തിപ്പെടുത്താൻ കഴിയുക? അതിന്റെ അടിസ്ഥാനപരമായ മാർഗം എന്താണ്? അല്ലാഹുവിന്റെ ദീൻ നമുക്ക് നിശ്ചയിച്ചു തന്നിരിക്കുന്ന അതിന്റെ മാർഗങ്ങളിൽ സുപ്രധാനമായത് ഇബാദത്തുകൾ തന്നെയാണ് എന്ന് ഖുർആനും സുന്നത്തും പഠിപ്പിക്കുന്നുണ്ട്. ഈമാനിനെ ശക്തിപ്പെടുത്തുവാൻ, അതിനെ കൂടുതൽ ബലിഷ്ഠമാക്കി മാറ്റുവാൻ, കൂടുതൽ പ്രയോജനപ്പെടുത്താനുള്ള മാർഗം ഇബാദത്തുകളുടെ പരിപൂർണതയിലേക്ക് എത്തിച്ചേരാനുള്ള നിരന്തരമായ പരിശ്രമമാണ്. ഇബാദത്തുകൾക്ക് 3 തലങ്ങളുള്ളതായിട്ട് കാണാം. ഏത് ഇബാദത്ത് കർമ്മം എടുത്ത് പരിശോധിക്കുമ്പോഴും 3 അവസ്ഥകൾ അവർക്കുണ്ട്. അതിലൊന്നാമത്തേത് അതിന്റെ പ്രാഥമികമായ ചട്ടക്കൂടാണ്. നമസ്കാരം എന്ന് കേൾക്കുമ്പോൾ അതിന് ഏറ്റവും പ്രാഥമികമായ ഒരു ഘടനയുണ്ട്. അത് നമുക്കറിയാം. അതാണ് ഇബാദത്തുകളിലെ ഏറ്റവും പ്രാഥമികമായ ഒന്ന്, ചട്ടക്കൂട്. രണ്ടാമത്തത് ആ ഇബാദത്തിൽ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന ചൈതന്യമാണ്. എന്തിനു വേണ്ടിയാണ് ഞാൻ ഈ അനുഷ്ഠാനം നിർവഹിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് അതിന് വളരെ പ്രധാനമാണ്. മൂന്നാമത്തേത് അതിന്റെ സാമൂഹികമായ പ്രയോജനങ്ങളാണ്. ഈ ഇബാദത്ത് എന്റെ സാമൂഹിക ജീവിതത്തിൽ എന്തൊക്കെ സ്വാധീനം ചെലുത്തണം എന്ന തിരിച്ചറിവ് അതിന് വളരെ പ്രധാനമാണ്. ചട്ടക്കൂടിനെ കുറിച്ച് നമുക്ക് നല്ല ബോധ്യമുണ്ട്. നമസ്കാരത്തെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ പ്രാഥമികമായ മുന്നൊരുക്കം, ഊഹവും അതുപോലെ നമസ്കാരത്തിന്റെ ഘടന ഒക്കെ നമ്മുടെ മനസ്സിൽ വളരെ കൃത്യമായുണ്ട്. സുന്നത്ത്, ഫർദ്, അതുപോലെ സ്വീകാര്യമാകാനുള്ള ഷർത്തുകൾ എല്ലാം നമുക്ക് കൃത്യമായി അറിയാം. വിശുദ്ധ ഖുർആൻ ഇബാദത്തുകളുടെ പ്രാഥമികമായ ചട്ടക്കൂടിനെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ അത്യാവശ്യ കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ പിന്നീട് അതിന്റെ പൂർണ്ണത നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന വിശദീകരണങ്ങളിൽ നിന്നാണ് എന്ന് കാണാൻ പറ്റും. വുദൂഇനെ കുറിച്ച് ഖുർആൻ പരാമർശിക്കുന്നു. സൂറത്തുൽ മാഇദ 6-ാമത്തെ ആയത്തിൽ, യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വസിച്ചവരെ, ഇദാ ഖുംതും ഇലസ്സലാ, നിങ്ങൾ നമസ്കാരത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങുമ്പോൾ ഫഗ്സിലൂ വുജൂഹക്കും, മുഖങ്ങൾ കഴുകുവിൻ,
ഐദിയക്കും ഇലൽ മറാഫിഖ്, നിങ്ങളുടെ കൈകൾ നിങ്ങൾ കഴുകുവിൻ, മുട്ട് ഉൾപ്പെടെ. വംസഹു ബിറുഊസിക്കും, നിങ്ങളുടെ തല നിങ്ങൾ തടവുവിൻ. അർജുനക്കും ഇലൽ കഅബൈൻ, കാലുകൾ നെയ്യാൻ ഉൾപ്പെടെ കഴുകുവിൻ. ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് വുളൂഇന്റെ പൂർണ്ണത എത്തുന്നില്ല. യഥാർത്ഥത്തിൽ വുളൂ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതനുസരിച്ചാകുമ്പോഴാണ് അതിന്റെ പൂർണ്ണത പ്രാപിക്കുന്നത്. പക്ഷെ വിശുദ്ധ ഖുർആൻ ഈ വുളൂഇന്റെ ചട്ടക്കൂട് അല്ലെങ്കിൽ നമസ്കാരത്തിന്റെ പ്രാഥമികമായ ഒരു മുന്നൊരുക്കമാണല്ലോ വുളൂ. അതിനെക്കുറിച്ച് ഏറ്റവും ചുരുങ്ങിയ കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ. അതേപോലെ നമസ്കാരത്തിലെ മറ്റു ചില സന്ദർഭങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഭയമുള്ള വേളയിലെ നമസ്കാരം, ഭയമുള്ളപ്പോൾ എങ്ങനെ നമസ്കരിക്കണം, ഭയമുള്ളപ്പോൾ നടന്നുകൊണ്ടാകാം, വാഹനത്തിലായിക്കൊണ്ടാകാം, ഏതവസ്ഥയിൽ നമസ്കരിക്കാം എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതേപോലെ നമസ്കാരങ്ങൾ ജംഉം കസ്റുമാക്കാം, 2 നമസ്കാരങ്ങൾ ചേർത്ത് അനുഷ്ഠിക്കാം. അതുപോലെ 4 റക്അത്തുള്ളത് 2 റക്അത്തായി നമസ്കരിക്കാം. ഇതൊക്കെ നമുക്ക് വളരെ പ്രാഥമികമായ ഒരു ചട്ടക്കൂടായിട്ടാണ് അനുഭവപ്പെടാറുള്ളത്. യഥാർത്ഥത്തിൽ അതിനും മറ്റു ചില മാനങ്ങളുണ്ട്. എപ്പോഴായിരിക്കും ഒരു മുഅ്മിൻ ഭയം അനുഭവിക്കുന്നത്? യുദ്ധ സാഹചര്യങ്ങളിലായിരിക്കും. പൊതുവെ എങ്ങനെയാണല്ലോ, യുദ്ധമോ അതുപോലെയുള്ള ഇസ്ലാമുമായി ബന്ധപ്പെടുന്ന തരത്തിലുള്ള ഏതെങ്കിലും സാമൂഹികമായ പ്രതിസന്ധികളൊക്കെ ബന്ധപ്പെടുമ്പോഴാണ് പലപ്പോഴും ഭയപ്പാടുണ്ടാവുക. അത്തരം സാഹചര്യങ്ങളിലെ നമസ്കാരത്തെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതേപോലെ യാത്രയിലാകുമ്പോൾ നമുക്ക് നമസ്കാരം ചുരുക്കി നമസ്കരിക്കാനുള്ള അനുവാദമുണ്ട്. ഇവ പലപ്പോഴും നമുക്കൊരു കർമ്മശാസ്ത്ര വിധിയായിട്ട് മാത്രമാണ് തോന്നുക. യഥാർത്ഥത്തിൽ അല്ലാഹു തആല അത് നിശ്ചയിച്ചു തന്നത് ദീനീ പ്രബോധന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട യാത്ര, അതുപോലെ മറ്റ് ഭൗതിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള യാത്ര, യുദ്ധയാത്ര, ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താനുള്ളതാണ്. പക്ഷെ ദീനുമായി ബന്ധപ്പെട്ട ഒരു യാത്ര നമ്മുടെ മനസ്സിൽ നാം സങ്കല്പിക്കാറുണ്ടോ? അങ്ങനെ ഒരു യാത്ര വളരെ അപൂർവം ഹജ്ജിനോ ഉംറക്കോ നാം യാത്ര ചെയ്തേക്കും. അതല്ലാതെ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു യാത്ര നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാറില്ല. പറയുന്നത് അനുഷ്ഠാനത്തിന്റെ ചട്ടക്കൂട് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ക്രമീകരിച്ചത് നമ്മിലെ ഈമാനിനെ വികസിപ്പിക്കാനുള്ള അവസരങ്ങൾ നൽകാനാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ കർമ്മശാസ്ത്ര വിധികൾ എന്ന നിലക്ക് മാത്രമാണ് നാം മനസ്സിലാക്കുക. അതിനപ്പുറത്തേക്ക് അതിനെ വികസിപ്പിക്കാൻ നാം ശ്രമിക്കാറില്ല. സ്വഹാബിമാർ കൂടുതൽ യാത്ര ചെയ്തത് ദീനീ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ യുദ്ധയാത്രകളായിരിക്കും കൂടുതലായും അവർ അനുഷ്ഠിച്ചിട്ടുണ്ടാവുക. അത്തരം സന്ദർഭങ്ങളിലെ നമസ്കാരത്തിന്റെ ഒരു വിധി കൂടി അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ കാലത്ത് നാം ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി യാത്ര ചെയ്യുക എന്നത് നമുക്ക് തികച്ചും അപരിചിതമായ ഒരു കാര്യമായിട്ട് മാറിപ്പോകുന്നു. പറയുന്നത് അനുഷ്ഠാനങ്ങളുടെ അടിത്തറകളിൽ പോലും അതിനെ എത്രത്തോളം വികസിപ്പിക്കാം എന്ന നിലക്ക് നാം ചിന്തിച്ചു തുടങ്ങേണ്ടതുണ്ട് എന്ന കാര്യമാണ്. അതേപോലെ വിശുദ്ധ ഖുർആൻ അനുഷ്ഠാനങ്ങളെ കുറിച്ച് പറയുന്നിടത്ത് ചട്ടക്കൂടിന്റെ കർമ്മശാസ്ത്രം പറയുന്നതിനേക്കാൾ കൂടുതൽ ചൈതന്യത്തെ കുറിച്ചാണ് പറയുന്നത്. നമസ്കാരത്തെ കുറിച്ച് പറയുമ്പോൾ എന്നെ ദിക്ർ ചെയ്യാൻ വേണ്ടി, എന്നെ സ്മരിക്കാൻ വേണ്ടി, ഞാനുമായുള്ള ആ ബന്ധം നിലനിർത്തുവാൻ വേണ്ടി നീ നമസ്കരിക്കോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്നുണ്ട്. അതെന്താണ്? നമസ്കരിക്കുമ്പോൾ എന്നെ ഓർക്കുക, നമസ്കാരം കഴിഞ്ഞാൽ എന്നെ മറക്കുക എന്നതല്ല. നമസ്കാരത്തിൽ നിന്ന് നീ നേടിയെടുക്കുന്ന ദൈവസ്മരണ, ആ ദിക്റുള്ള നിന്റെ ജീവിതത്തിലുടനീളം ഉണ്ടാകണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. അതാണ് അതിന്റെ ചൈതന്യം എന്ന് പറയുമ്പോൾ ഉൾക്കൊള്ളേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നമസ്കാരത്തിന്റെ കർമ്മശാസ്ത്രപരമായ ചട്ടക്കൂടിനെ കുറിച്ച് ജാഗ്രതയുള്ള നാം പലപ്പോഴും അതിന്റെ ചൈതന്യത്തെ കുറിച്ച് വിസ്മരിച്ചു പോകുന്നില്ലേ എന്ന് ആലോചിച്ചു നോക്കൂ. അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവർ അവരുടെ നമസ്കാരത്തിൽ ഏറെ ഖുശൂഉള്ളവരാണ്, ഏറെ ഭയഭക്തിയുള്ളവരാണ്, പടച്ചതമ്പുരാന്റെ മുമ്പിലാണ് എന്ന്
തിരിച്ചറിവോടുകൂടി, ഏറെ ഭയപ്പാടോടുകൂടി, അങ്ങേയറ്റം അടിമത്ത ഭാവത്തോടുകൂടി വിനയാന്വിതരായിട്ടായിരിക്കും അവർ നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്നത്. അപ്പോൾ അത് നമസ്കരിക്കാൻ വേണ്ടി മാത്രമല്ല, അതിന്റെ ചൈതന്യം എന്നത് ജീവിതത്തിലുടനീളമുള്ള ദൈവിക ഭയമായിരിക്കും. വീണ്ടും പറയുന്നുണ്ട് നമസ്കാരത്തിന്റെ ചൈതന്യവുമായി ബന്ധപ്പെട്ട്, നിശ്ചയം നമസ്കാരം ഒരാളെ തടയുന്നു. മ്ലേച്ഛവൃത്തികളിൽ നിന്ന്, തിന്മകളിൽ നിന്ന് ഒരാളെ അയാളുടെ നമസ്കാരം തടയുന്നു. വീണ്ടും പറയാൻ, ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും തന്നിൽ നിന്ന് സംഭവിക്കുന്നത് നന്മയാണോ തിന്മയാണോ എന്ന് തിരിച്ചറിയാനുള്ള ഏറ്റവും നല്ല ഒരു ഉപകരണമാണ്, ഒരു മാനദണ്ഡമാണ് നമസ്കാരം എന്ന് നിശ്ചയിച്ചാണ്. നമസ്കാരത്തിന്റെ ഇനിയും വ്യത്യസ്തമായ തലങ്ങളെ കുറിച്ച് ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. നിത്യജീവിതത്തിലെ മാനസികമായ പ്രയാസങ്ങളും അസ്വസ്ഥതകളും പരീക്ഷണങ്ങളും, അത്തരം വേളകളിൽ നമസ്കാരം നമുക്കൊരു ആയുധമാണ്. നമസ്കാരം കൊണ്ട്, സബർ കൊണ്ട് നിങ്ങൾ അല്ലാഹുവോട് സഹായം തേടുവിൻ എന്ന് ഉണർത്തുന്നുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനപ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, കാലാവസ്ഥയിൽ ഗുരുതരമായ മാറ്റങ്ങൾ സംഭവിക്കുമ്പോഴൊക്കെയും നമസ്കാരത്തിലേക്ക് ഓടിയെടുത്തിരുന്നു എന്ന ഹദീസുകളിൽ നാം വായിക്കുന്നു. നമസ്കാരത്തിന്റെ ചൈതന്യം ഒരുപക്ഷെ ഖുർആനിൽ അതിന്റെ കർമ്മശാസ്ത്രം പറയുന്നതിനേക്കാളും എത്രയോ കൂടുതൽ പരാമർശിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ചർച്ചകൾ കൂടുതലും കർമ്മശാസ്ത്രത്തിൽ മാത്രം ഒതുങ്ങി പോകുന്നു. അതിന്റെ ചൈതന്യത്തിലേക്ക് പലപ്പോഴും വളരാതെയാകുന്നു എന്നത് ഗുരുതരമായ ഒരു പ്രശ്നമാണ്. നമസ്കാരത്തിന്റെ ഇനിയും പ്രയോജനങ്ങളെ കുറിച്ച് ഖുർആൻ പറയുന്നത്, ഒന്ന്, പ്രബോധനത്തിന്റെ മുഖ്യ ആയുധമാണ് നമസ്കാരം എന്ന നിലക്കാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആദ്യ നാടുകളിൽ തന്നെ അല്ലാഹു നൽകിയ കൽപ്പനകളിൽ കാണാം, താങ്കൾ ഒരു കാരണവശാലും അസത്യത്തിന്റെ വക്താക്കളെ അനുസരിച്ചു പോകരുത്. വസ്ജുദ്, താങ്കൾ അല്ലാഹുവിനെ സുജൂദ് ചെയ്യൂ. വഖ്തരി, അല്ലാഹുവിന്റെ സാമീപ്യം നേടുകയും ചെയ്യും. അല്ലാഹുവിന് മുമ്പിലുള്ള സുജൂദ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കരുത്താർജിക്കാനുള്ള മാർഗമാണ്. ഒരു വിശ്വാസി പ്രബോധകനായിരിക്കണം. അല്ലാഹുവിന്റെ ദീനിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുന്ന ആളായിരിക്കണം. അങ്ങനെ പരിചയപ്പെടുത്തുമ്പോൾ എപ്പോഴും നമുക്ക് അനുകൂല പ്രതികരണമായിരിക്കില്ല ലഭിക്കുന്നത്. തീർച്ചയായും കുത്തുവാക്കുകളും പരിഹാസങ്ങളും ദേഹോപദ്രവവും ഒറ്റപ്പെടുത്തലുകളും ഒക്കെ അനുഭവിക്കേണ്ടി വന്നേക്കാം. അവിടെ നമസ്കാരം ഒരു പ്രബോധകന്, ഒരു വിശ്വാസിക്ക് വളരെ ശക്തമായ ആയുധമായിട്ട് മാറുകയാണ്. ഏത് സാഹചര്യങ്ങളിൽ തരണം ചെയ്യാനുള്ള ആയുധമായിട്ട് നമസ്കാരം മാറും. അങ്ങനെ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടായിട്ടുണ്ടാകുമോ? ഇസ്ലാമിനെ മറ്റൊരാൾക്ക് പരിചയപ്പെടുത്തിയതിന്റെ പേരിൽ ഒരാളിൽ നിന്ന് പരിഹാസം ഏറ്റുവാങ്ങേണ്ടി വരിക, കുത്തുവാക്ക് ഏറ്റുവാങ്ങേണ്ടി വരിക, അല്ലെങ്കിൽ ദേഹോപദ്രവം ഏൽക്കേണ്ടി വരിക. അങ്ങനെ അതിൽ നിന്ന് രക്ഷ തേടിക്കൊണ്ട് മാനസികമായ കരുത്തിന് വേണ്ടി അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദിൽ വീഴുക, വല്ലാത്ത സംതൃപ്തി ലഭിക്കുന്ന ഒരു സന്ദർഭമായിരിക്കും അത്. പക്ഷെ അങ്ങനെ ഒരു അവസരം നമ്മുടെ ജീവിതത്തിൽ ഏറ്റുവാങ്ങാൻ നമുക്ക് സൗഭാഗ്യം ലഭിച്ചിട്ടുണ്ടാകുമോ? ആലോചിക്കേണ്ട വിഷയമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ആവോളം അനുഭവിച്ച് ആസ്വദിച്ച പരീക്ഷണ ഘട്ടമാണ് ഈ പറയുന്നത്. ഇത്തരം സാഹചര്യങ്ങളിലുള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആൺമക്കൾ മരണപ്പെട്ടു പോയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സാന്ത്വനിപ്പിക്കുകയാണ്. ഫസല്ലി, താങ്കൾ നമസ്കരിക്കൂ, ലിറബ്ബിക്, താങ്കളുടെ റബ്ബിന് വേണ്ടി, വൻഹർ, ബലിയർപ്പിക്കൂ, അഥവാ അല്ലാഹുവിന് സ്വയം ബലിയായി മാറുവാൻ തീരുമാനമെടുക്കൂ. എങ്കിൽ താൽക്കാലികമായ നഷ്ടങ്ങൾ ഒരിക്കലും താങ്കളെ നിരാശപ്പെടുത്തുകയില്ല, ദുഃഖിപ്പിക്കുകയില്ല എന്ന് അല്ലാഹു പരിഹാരം നിർദ്ദേശിക്കുന്നുണ്ട്. ഒരു നമസ്കാരം തന്നെ വ്യത്യസ്ത തലങ്ങളിലേക്ക് വികസിക്കുകയാണ്. നമ്മിൽ കർമ്മശാസ്ത്രപരമായ നമസ്കാരത്തിന്റെ മതവിധികൾ മാത്രമാണോ ഉള്ളത്? അതല്ല, അതിന്റെ ചൈതന്യത്തിലേക്ക് വികസിപ്പിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് തീർച്ചയായും നാം ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. പിന്നെ ഈ നമസ്കാരത്തെ കുറിച്ച് തന്നെ ആലോചിക്കുമ്പോൾ
നമസ്കാരത്തിന്റെ സാമൂഹികത വളരെ പ്രാധാന്യപൂർവ്വം വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നത് കാണാം. നമസ്കാരത്തിന്റെ സാമൂഹികത, വർക്കഅൂ മഅ റാക്കിഈൻ, നിങ്ങൾ റുകൂഅ് ചെയ്യുന്നവരോടൊപ്പം റുകൂഅ് ചെയ്യുകയും അഥവാ സംഘടിതമായിട്ട് നമസ്കാരം അനുഷ്ഠിക്കുകയും. ഇസ്ലാമിന്റെ സുപ്രധാനമായ ഒരടിത്തറയാണ് സംഘബോധം എന്നത്. എനിക്ക് വ്യക്തിപരമായ എന്റെ നമസ്കാരവും എന്റെ ദിക്റുകളും എന്റെ ഇബാദത്തും എന്നതിലേക്ക് ചേരുന്നതിന് പകരം വ്യക്തിയിൽ നിന്ന് സമൂഹത്തിലേക്ക് ഒഴുകിപ്പരക്കുവാൻ, ആ സമൂഹത്തിന്റെ ഭാഗമായി തീരുവാനാണ് ഖുർആൻ വളരെ ശക്തമായിട്ട് ആഹ്വാനം ചെയ്യുന്നത്. അതിനെ നമസ്കാരമായിട്ട് ബന്ധിപ്പിക്കാൻ വീട്ടിൽ വെച്ച് ഒറ്റയ്ക്ക് നമസ്കരിച്ച് കളയരുത്. പ്രത്യേകിച്ച് പുരുഷന്മാർ പള്ളിയിൽ തന്നെ ആവണം നമസ്കാരം. സംഘബോധം ശക്തിപ്പെടുത്തുവാനുള്ള മാർഗമാണത്. റുക്കോഴ് ചെയ്യുന്നവരോടൊപ്പം റുക്കോഴ് ചെയ്യുവിൻ എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം അതാണ്. ഖുർആനിൽ ഒരുപാട് ഇടങ്ങളിൽ ആ ശൈലിയിലുള്ള പ്രയോഗം നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് എവിടെയായിരുന്നാലും, ലോകത്തിന്റെ ഏത് കോണിലായിരുന്നാലും നിങ്ങൾ ഖിബ്ലയുടെ നേരെ, കഅബയുടെ നേരെ, അതിനെ അഭിമുഖമായിക്കൊണ്ട് തന്നെ നിങ്ങൾ നമസ്കരിക്കുകയും. സംഘബോധമാണ്. ലോകം മുഴുവനും ചേർത്ത് പറയുമ്പോൾ മൊത്തം വട്ടത്തിൽ ഒരു സ്വഫായി മാറുമോ എന്ന് നമുക്ക് കാണാൻ കഴിയും. കഅബയെ കേന്ദ്രീകരിച്ചുകൊണ്ട് സ്വഫുകൾ ലോകം മുഴുവനും ഒന്നിക്കുന്നു എന്ന അവസ്ഥ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. ഒരാൾ മുഅ്മിനാണോ അല്ലയോ എന്ന് തിരിച്ചറിയാനുള്ള ഏറ്റവും പ്രാഥമികമായ മാനദണ്ഡം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരമാണ് അതിന്റെ അടയാളമായിട്ട് എടുത്തു പറയുന്നത്. മൻ സ്വല്ലാ സ്വലാത്തന, നമ്മുടെ നമസ്കാരം നമസ്കരിക്കുന്നവൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നമസ്കാരമാണ് ഒരാൾ നമസ്കരിക്കുന്നതെങ്കിൽ, വസ്തഖബല ഖിബ്ലതന, നമ്മുടെ ഖിബ്ലയെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് അയാൾ നമസ്കരിക്കുന്നതെങ്കിൽ, വഅക്കല ദബീഹതന, നാം അറുത്തത് അയാൾ ഭക്ഷിക്കുന്നതെങ്കിൽ, ഫദാലിക്കൽ മുസ്ലിം, അയാൾ മുസ്ലിമാണ്. വേറെ ഒന്നും നിങ്ങൾ അന്വേഷിക്കണ്ട. അയാളോട് സലാം ചൊല്ലാമോ, ഇയാളോട് ചിരിക്കാമോ, മറ്റയാളോട് സംസാരിക്കാമോ, ഇങ്ങനെ ഒരുപാട് വസ്തുവകളുണ്ടല്ലോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 3 മാനദണ്ഡങ്ങൾ മുന്നോട്ട് വെക്കുന്നു. ഇത് മാത്രമേ നോക്കണ്ടൂ. മറ്റു നിലയിലുള്ള യാതൊരുവിധ സംഘടന, പക്ഷപാതിത്വങ്ങളോ സങ്കുചിത്വങ്ങളോ അല്ലാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ടുകൊണ്ടില്ല. നമസ്കാരം നിർവഹിക്കുക, അത് നമ്മുടെ ഖിബ്ലക്ക് നേരെയാവുക, നാം അറുത്തത് ഭക്ഷിക്കുക, എങ്കിൽ അയാൾ ഒരു മുഅ്മിനാണ് എന്ന്. നമസ്കാരത്തെ ഒരാൾ മുഅ്മിനാണോ അല്ലയോ എന്ന് പ്രാഥമികമായിട്ട് തിരിച്ചറിയാനുള്ള മാർഗമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. സംഘബോധത്തിന്റെ, സാമൂഹികതയുടെ വ്യത്യസ്ത തലങ്ങളെ നമസ്കാരവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് പരിചയപ്പെടുത്താൻ അവിടെ. അതേപോലെ സഫ് നിൽക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ഇബാദല്ലാഹ് ലതുസവ്വുന സുഫൂഫക്കും, അല്ലാഹുവിന്റെ അടിമകളെ നിങ്ങൾ സഫുകൾ ക്രമീകരിക്കുവിൻ. ഔ ലയുഖാലിഫന്നല്ലാഹു ബൈന വുജൂഹിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ മുഖങ്ങൾക്കിടയിൽ അല്ലാഹു ഭിന്നത സൃഷ്ടിക്കും. പരസ്പരം കണ്ടുകൂടാത്ത, തൊട്ടുകൂടാത്ത, തീണ്ടിക്കൂടാത്ത അവസ്ഥയിൽ നിങ്ങൾ എത്തിപ്പെടും. എങ്ങനെയായാൽ സഫ് ക്രമീകരിച്ചില്ലെങ്കിൽ, അടുത്തടുത്ത് നിന്നില്ലെങ്കിൽ, ഒരുപക്ഷെ എവിടെയാണ് ഫാനുള്ളത്, കാറ്റുള്ളത് എന്ന് നോക്കിയിട്ട് സഫ് നിൽക്കുന്ന സാഹചര്യം ഇന്ന് വന്നുകൊണ്ടിരിക്കും. അതൊക്കെയും പരസ്പരം മാനസികമായ അടുപ്പത്തെ നഷ്ടപ്പെടുത്തുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. നമസ്കാരത്തിന്റെ സാമൂഹികതയാണ് ഇതിൽ നിന്ന് നമുക്ക് ബോധ്യമാകുന്നത്. അതേപോലെ വീണ്ടും അത് വികസിക്കുന്നുണ്ട്. ആഴ്ചയിലൊരിക്കൽ നിങ്ങൾ ഒരു പ്രദേശത്തെ പള്ളിയിൽ ഒരുമിച്ച് കൂടും. എന്ന അർത്ഥത്തിൽ ഒരു പ്രദേശത്തെ മുഴുവൻ വിശ്വാസികളും ഒരിടത്ത് നിശ്ചിത സമയത്ത് ഒരുമിച്ച് കൂടും. നമസ്കാരത്തിന്റെ സാമൂഹികതയുടെ മറ്റൊരു മാനമാണ്. ഇതേപോലെ തന്നെ നമസ്കാരത്തിൽ നാം ചൊല്ലുന്ന വാക്കുകൾ, അതിലൊക്കെ ഈ സാമൂഹിക ബോധം വരുന്നുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് നമസ്കരിക്കുമ്പോഴും, ഒരുപക്ഷെ ഇരുളിൽ തഹജ്ജുദ് നമസ്കരിക്കുമ്പോഴും ഇയ്യാക നഅ്ബുദു എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ. ഞങ്ങൾ നിനക്ക് മാത്രം ഇബാദത്ത് ചെയ്യുന്നു. വഇയ്യാക നസ്തഈൻ, റബ്ബനാ ലക്കൽ ഹംദ്, ഞങ്ങളുടെ നാഥ നിനക്കാണ് സർവസ്തുതി. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, ഞങ്ങൾക്ക് മേലും
സ്വാലിഹീങ്ങളായ മുഴുവൻ അടിമകൾക്കുമേലും നിന്റെ സമാധാന ശാന്തി വർഷിക്കുമാറാകണം. ഇങ്ങനെ നമ്മൾ സാമൂഹികമായിട്ടാണ് നമസ്കാരത്തിലെ ദിക്റുകളും പ്രാർത്ഥനകളും ഒക്കെ ഉരുവിടുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. നമസ്കാരത്തിന്റെ കർമ്മശാസ്ത്ര തലത്തിൽ നിന്ന് അതിന്റെ ചൈതന്യത്തിലേക്കും സാമൂഹികതയിലേക്കുമുള്ള വികാസത്തെക്കുറിച്ചാണ് പറയുന്നത്. അതിനും അപ്പുറത്ത് നമുക്ക് കാണാം വിശുദ്ധ ഖുർആനില് നാളെ പരലോകത്തെത്തുമ്പോൾ അല്ലാഹു തആല കുറ്റവാളികളെ വിചാരണ ചെയ്യുന്ന വേളയിൽ ഒരു ചോദ്യമുണ്ടല്ലോ, മാ സലകക്കും ഫീ സഖർ, എങ്ങനെയാണ് നിങ്ങൾ ഈ നരകത്തിൽ പ്രവേശിച്ചത്? അവരുടെ മറുപടി ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നമസ്കാരക്കാരായിരുന്നില്ല. വലം നകു നുത്ഇമുൽ മിസ്കീൻ, ഞങ്ങൾ മിസ്കീന്മാരെ ഭക്ഷിപ്പിച്ചിരുന്നില്ല. നമസ്കാരവും സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ചേർത്ത് പറയണം അവിടെ. ഞങ്ങൾ നമസ്കരിച്ചിരുന്നില്ല എന്ന് മാത്രമല്ല, അതോടൊപ്പം ഞങ്ങൾ സമൂഹത്തിലെ അശരണരായ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് പരിഹരിച്ചിരുന്നില്ല. അതുകൂടി ചേർത്ത് പറയുന്നുണ്ട്. ഒരു നമസ്കാരം തന്നെ വ്യത്യസ്ത തലങ്ങളിലേക്ക് വികാസം പ്രാപിക്കുന്നു എന്നാണ് നാം കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയപ്പോൾ ആദ്യം പള്ളി നിർമ്മിക്കുന്നത്. ആ പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് വിശ്വാസികളെ ഒരുമിച്ച് കൂട്ടിയിട്ട് ദീനീ പ്രബോധന പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നത്. നമസ്കാരത്തിൽ നിന്നാണ് ഈ ദീനിന്റെ തുടക്കം എന്ന് പറയാം. ഇഖാമത്തു സ്വലയിൽ തുടങ്ങിയിട്ട് ഇഖാമത്തു ദീനിലേക്ക് വികസിക്കുകയാണ്. ഒരു ആരാധനാ കർമ്മത്തിൽ നിന്ന് തുടങ്ങിയിട്ട് പിന്നീട് അതൊരു സാമൂഹ്യ ക്രമമായിട്ട് വികാസം പ്രാപിക്കുന്നതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അങ്ങനെയാണ് പിന്നീട് 10 വർഷങ്ങൾ കൊണ്ട് മദീനയിൽ ഒരു സമ്പൂർണ്ണ ഇസ്ലാമിക ജീവിതക്രമം രൂപപ്പെട്ടു വരുന്നത്. ഇത് മുൻനിർത്തിയാണ് നാം ആലോചിക്കേണ്ടത്. നമ്മുടെ മനസ്സിലുള്ള ഈമാനിന് എന്ത് സംഭവിച്ചു? നമ്മുടെ നമസ്കാരം എന്തുകൊണ്ടാണ് ഈ ഒരു തലത്തിലേക്ക് വികാസം പ്രാപിക്കാത്തത്? എത്രയെത്ര 10 വർഷങ്ങൾ നമ്മൾ പിന്നിട്ട് പോയി. ഒരു 10 വർഷം കൊണ്ട് നബിയും സ്വഹാബത്തും മദീനയിൽ ഇസ്ലാമിക രാഷ്ട്രത്തെ അതിന്റെ പൂർണ്ണതയിൽ എത്തിച്ചുവെങ്കിൽ നാം എത്രയെത്ര 10 വർഷങ്ങളിൽ നമസ്കരിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്തുകൊണ്ട് അതിന്റെ പൂർണ്ണതയിലേക്ക് നമുക്ക് എത്താൻ കഴിയുന്നില്ല? അപ്പോഴൊക്കെ നമുക്കൊരു മറുപടി ഉണ്ടാവും. അത് അല്ലാഹുവിന്റെ റസൂലല്ലേ, അത് റസൂലുള്ളാഹിന്റെ സഹാബിമാരല്ലേ. പക്ഷേ നമുക്ക് നൽകിയിരിക്കുന്ന ഇതേ മാർഗം തന്നെയാണ് അവർക്കും അല്ലാഹു തആല കൊടുത്തത്. ഒരു ഖുർആനും ഒരു സുന്നത്തും ഒരേ ഇബാദത്തുകളും തന്നെയല്ലേ തന്നത്. എന്നിട്ടും എന്തുകൊണ്ടാണ് നമ്മിൽ ഈ വികാസം ഉണ്ടാവാത്തത് എന്നതാണ് നാം ആലോചിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫത്ഹിലെ അവസാനത്തെ ആയത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന്റെ സവിശേഷത എങ്ങനെയാണ് ഇഞ്ചിയിൽ വർണ്ണിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഇഞ്ചിയിൽ മുള പ്രത്യക്ഷപ്പെടുത്തിയ ഒരു ചെടി പോലെയാണത്. ഒരു ചെറിയൊരു ചെടി, അതിന്റെ മുള പ്രത്യക്ഷമായി. പിന്നെ അത് ബലിഷ്ഠമായി. പിന്നെ അത് ഒന്നുകൂടി നന്നായിട്ട് തഴച്ചു വളർന്നു. പിന്നെ അത് അതിന്റെ തണ്ടിൽ അല്ലെങ്കിൽ അതിന്റെ അടിമരത്തിൽ വളരെ ശക്തമായി വേരുവച്ച് പടർന്നു പന്തലിക്കാൻ തുടങ്ങി. കർഷകരെ പോലും അത്ഭുതപ്പെടുത്തും വിധത്തിലുള്ള വിള അതിൽ നിന്നുണ്ടായി. അത് മുഖേന സത്യനിഷേധികൾക്ക് വല്ലാത്ത അസൂയയും അസ്വസ്ഥതയും ഉണ്ടായി എന്ന് പറയുന്നുണ്ടല്ലോ. ആ അർത്ഥത്തിൽ നമ്മിലെ ഈമാനം തീർച്ചയായും വികസിക്കേണ്ടതുണ്ട്, വളരേണ്ടതുണ്ട്. നാം ഏറ്റവും പ്രാഥമിക തലത്തിൽ കർമ്മശാസ്ത്രങ്ങളെ കുറിച്ച് മാത്രം ചർച്ച ചെയ്ത് അതിൽ തന്നെ സാഹിത്യം കണ്ടെത്തി അതിൽ തന്നെ അവസാനിച്ചു പോകുന്നു. അതിനപ്പുറം ഇബാദത്തുകളുടെ ചൈതന്യവും അതിന്റെ സാമൂഹികതയും ഉൾക്കൊള്ളുമ്പോൾ തീർച്ചയായും നമ്മുടെ ഈമാൻ ശക്തിപ്പെടും, അത് വികാസം പ്രാപിക്കും. അങ്ങനെ വരുമ്പോൾ പ്രവാചക കാലഘട്ടത്തിലേതുപോലെ ചരിത്രം പുനരാവർത്തിക്കപ്പെടുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലയിൽ അവർ നമുക്ക് നൽകിയ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുവാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله.
اللهم صل على محمد وعلى آله وصحبه أجمعين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. യഥാർത്ഥ മുത്തുക്കളായി ജീവൻ നയിക്കുവാൻ ഒരിക്കൽ കൂടി നാം ഓരോരുത്തരെയും വസിയത്ത് ചെയ്യുകയാണ്, ഉണർത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നട്ട് മുളപ്പിച്ച് വളർത്തിയെടുത്ത ആ വിത്തുകളെ, തന്റെ അനുയായികളെ ഇങ്ങനെ ഉപമിച്ചു പറയുന്നുണ്ട്. അസ്ഹാബി കന്നുജൂം, എന്റെ അനുയായികൾ നക്ഷത്ര സമാനരാണ്. അവർ ഏത് കോരിരുട്ടിലും ഏത് മരുഭൂമിയിലും ഏത് സമുദ്രത്തിലും വഴികാട്ടികളാകാൻ കഴിവുള്ളവരാണ്. നേതാവ് അനുയായികളെ കുറിച്ച് ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുകയാണ്. അത് പിന്നീട് നാം അനുഭവിച്ചു. നമ്മളൊക്കെ ആ നക്ഷത്രങ്ങളുടെ വഴിത്താരയിൽ സഞ്ചരിച്ചവരാണ്, നമ്മുടെ മുൻഗാമികൾ. അങ്ങനെയാണ് നമുക്കും ഈ വെളിച്ചം കയ്യുന്നാൻ കഴിഞ്ഞിട്ടുള്ളത് എന്ന് നമുക്കറിയാം. ഇത് ഘട്ടം ഘട്ടമായുള്ള ഒരു വികാസ പ്രക്രിയയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ തുടക്കം നമുക്കറിയാം. പക്ഷെ ആ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രത്തോളം പറഞ്ഞു? എനിക്ക് ശേഷം ഒരു പ്രവാചകൻ ഉണ്ടാകുമായിരുന്നുവെങ്കിൽ, ഉണ്ടാവില്ല, അഥവാ സംഭവിക്കുമായിരുന്നുവെങ്കിൽ അതും ഉമറാകുമായിരുന്നു. അത്രത്തോളം തന്റെ ഒരു അനുയായിയെ കുറിച്ച് നേതാവ് പറഞ്ഞു വെച്ചതായി കാണുന്നു. അവരിൽ അത്രമാത്രം ഈമാൻ ശക്തിപ്പെടുകയും വികാസം പ്രാപിക്കുകയും പടർന്ന് പന്തലിക്കുകയും ചെയ്തു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ആ ഒരു തലത്തിലേക്കാണ് തീർച്ചയായും നമുക്കും എത്തിച്ചേരേണ്ടത് എന്നത് നമ്മുടെ ഉത്തരവാദിത്വം കൂടുതൽ വർദ്ധിപ്പിക്കുന്നുണ്ട് എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. നാം ഡിസംബർ മാസത്തിലാണുള്ളത്. ഡിസംബർ പൊതുവെ തോടുകളുടെ മാസമാണ്. പ്രത്യേകിച്ച് നമ്മുടെ മക്കൾ വിദ്യാലയങ്ങളിൽ നിന്ന് പഠന യാത്രയും വിനോദയാത്രയും പോയിക്കൊണ്ടിരിക്കുന്ന സമൂഹമാണിത്. വളരെ ബോധപൂർവം ആലോചിക്കേണ്ടതുണ്ട്. മക്കളുടെ ആ യാത്ര നന്മയിൽ കലാശിക്കുമോ എന്നതിനെ കുറിച്ച് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. മക്കളെ പറഞ്ഞേക്കരുത് എന്നല്ല പറയുന്നത്. പലപ്പോഴും ടൂറുകൾ കുട്ടികളിലെ തെറ്റായ ചിന്തയും ശീലവും സ്വഭാവങ്ങളും ഒക്കെ സൃഷ്ടിക്കുന്ന അവസ്ഥ കാണാൻ കഴിയും. അതിനാൽ അവരുടെ യാത്ര, അതിന്റെ ധാർമ്മികത ഉറപ്പുവരുത്താൻ പ്രത്യേകിച്ച് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് പ്രത്യേകം ബോധ്യപ്പെടുത്തുകയാണ്. സ്ഥാപന അധികാരികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാത്രയുടെ രീതി എന്താണ് എന്നൊക്കെ കൃത്യമായിട്ട് അറിയണം. എനിക്ക് ടൂർ പോകണം, കാശ് വേണം എന്ന് പറയുമ്പോൾ കാശ് എടുത്തു കൊടുക്കുന്നതിന് പകരം അവരുടെ ധാർമ്മിക സദാചാര വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ കഴിയുന്ന സംവിധാനം സ്ഥാപന അധികൃതർ ഒരുക്കുന്നുണ്ടോ എന്നതിനെ കുറിച്ച് രക്ഷിതാക്കളെന്ന നിലയിൽ നാം കൃത്യമായി ഉറപ്പുവരുത്തണം എന്നാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. അല്ലെങ്കിൽ ഗുരുതരമായ അബദ്ധങ്ങൾ പലതും സംഭവിച്ചു പോകും, അനർത്ഥങ്ങൾ പലതും സംഭവിക്കുന്ന കാലമാണ് എന്നതുകൊണ്ട് പ്രത്യേകം ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയുടെ മാർഗത്തിലുള്ള നമ്മുടെ എല്ലാ പരിശ്രമങ്ങളും വിജയിപ്പിക്കുന്നതാണ്. ഒരുപാട് രോഗികൾ നമുക്ക് ചുറ്റിലുമുണ്ട്. വളരെ പ്രയാസം അനുഭവിക്കുന്ന സഹോദരന്മാർ. എന്ന കാലത്ത് 2 സഹോദരങ്ങളുടെ വിവരമാണ്. ഒരാളിപ്പോൾ ആശുപത്രിയിൽ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരാൾ നിരന്തരമായ പനി ബാധിച്ച് പ്രയാസം അനുഭവിക്കുന്ന ഒരു സഹോദരനാണ്. അല്ലാഹുവേ അവർക്കെല്ലാം ശിഫ നൽകി അനുഗ്രഹിക്കാനുള്ള രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണമെന്നാണ്. പഠിച്ചവനെ രോഗത്തിൻ്റെതായ എല്ലാ ലക്ഷണങ്ങളിൽ നിന്നും കാത്തു രക്ഷിക്കണമേ. പഠിച്ചവനെ എല്ലാ പരീക്ഷണങ്ങൾക്കും നീ മാത്രമാണ് ഉത്തരം. നാഥ, എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ. മാനസികമായ അസ്വസ്ഥതകളും സാമ്പത്തികമായ ഞെരുക്കങ്ങളും മറ്റു പല വിധത്തിലുള്ള പ്രയാസങ്ങളും അനുഭവിക്കുന്നവരാണ് ഞങ്ങൾ. നാഥ, എല്ലാം ഏറ്റുവാങ്ങുവാനുള്ള സ്വബറും തവക്കലും നൽകി അനുഗ്രഹിക്കണമെന്നേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഉമ്മമാരും വാപ്പമാരും സഹോദരങ്ങൾ എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണമെന്നേ. നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളെയും അവരെയും ഒരുമിച്ച് ചേർക്കണമെന്നാണ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات
الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وانصرنا على القوم الكافرين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا